Okay, BEP le മറ്റൊരു question. From the following, find out PV ratio, then BEP, then net profit if sales are 2,50,000. നമുക്കൊരു സെയിൽ എമൗണ്ട് തന്നിട്ടുണ്ട്, അതിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്. മറ്റൊന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ സെയിൽ ഓഫ് 2,50,000. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സെയിൽസ് 2 lakh ആണ്, മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് 1,60,000 ആണ്, കോൺട്രിബ്യൂഷൻ 40 ആണ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് 20,000 ആണ്, നെറ്റ് പ്രോഫിറ്റ് 20,000 ആണ്. ഇതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം കാണാൻ പോവാണ്, എന്താണ് പി വി റേഷ്യോ. ഏതാണ് പി വി റേഷ്യോ? എങ്ങനെയായിരുന്നു പി വി റേഷ്യോ കാണുന്ന ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മളെ ഈ ഇതിനകത്ത് 40,000. ഓക്കെ, 40,000 ഡിവൈഡ് ബൈ സെയിൽസ് എത്രയാ 2 lakh ഇൻറ്റു 100 പറഞ്ഞാൽ എത്ര ഒരു 20%. എത്ര ഒരു 20%. അപ്പൊ ബി പി ഒക്കെ നമുക്ക് ഇനി എന്ത് കണ്ടുവെച്ച് കാണാം? പി വി റേഷ്യോ ഉപയോഗിച്ച് കാണാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബി പി? ബി പി ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം പി വി ആർ കാണാം. അപ്പം ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ. ഫിക്സഡ് കോസ്റ്റ് എത്രയാ 20,000 ആണ് അല്ലേ? ഓക്കെ, 20,000 ഡിവൈഡ് ബൈ 20% അല്ലേ? 20%. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ട്, 20% കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്ത് ചെയ്യുക, ഇതിന്റെ വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 100ൽ എത്ര 20 ഉണ്ട്? 520. അതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 20,000. ഓക്കെ, അതായത് ഇത് 1/5 അല്ലേ 20,000 എന്ന് പറഞ്ഞാൽ, അതിന് നേരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 5/1 20,000 ഇൻറ്റു 5 ഇസിക്കൽ ടു 1 lakh. പി പി എത്ര വന്നിരിക്കുന്നത് 1 lakh. റെഡി? ഇനി സി, ക്വസ്റ്റ്യൻ നമ്പർ സി, നെറ്റ് പ്രോഫിറ്റ് ഇഫ് സെയിൽസ് ആർ 2,50,000. സെയിൽ തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സെയിൽ തന്നിട്ടുണ്ടെങ്കിൽ സെയിലിനെ നിങ്ങൾ പി വി ആർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. നോക്കണേ, കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പം അത് നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാലോ. സെയിൽ എത്രയാ 2,50,000 ആണെങ്കിൽ അപ്പൊ 2,50,000 ഇൻറ്റു പി വി ആർ എത്രയാ 20%. അപ്പം 50,000 വരും അല്ലെ? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 50,000. കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 50,000 കിട്ടും. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 50,000 മൈനസ് 30,000. സോറി, ഫിക്സഡ് കോസ്റ്റ് 20,000 അല്ലേ? 20,000 ഇസ് ഈക്വൽ ടു 30,000. 30,000 നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ സെയിൽ ഓഫ് 2,50,000. സിമ്പിൾ ആണ്. നമുക്ക് ആക്ച്വൽ സെയിൽസും ബി പി സെയിലും ഉണ്ടെങ്കിൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാം അല്ലെ? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബി പി സെയിൽസ്. ആക്ച്വൽ സെയിൽസ് എത്രയാ 2.5 ആണെങ്കിൽ ബി പി സെയിൽസ് എത്രയാ പറഞ്ഞത് 1 lakh ആണ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 2.5 lakh അല്ലെ? 2,50,000 മൈനസ് 1 lakh is equal to 1,50,000. 1,50,000. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ.